മുനമ്പത്ത് മത്സ്യത്തൊഴിലാളികളുടെ ഭൂമിയിൽ വഖഫ് അവകാശം ഉന്നയിക്കുന്നതുമായി ബന്ധപ്പെട്ട കേസ് കോഴിക്കോട് വഖഫ് ട്രിബ്യൂണൽ ഇന്ന് പരിഗണിക്കും. മുനമ്പം ഭൂമി വഖഫ് ഭൂമിയായി പ്രഖ്യാപിച്ച വഖഫ് ബോർഡ് ഉത്തരവ് ചോദ്യം ചെയ്ത ഫറൂഖ് കോളേജ് മാനേജ്മെന്റ് നൽകിയ ഹർജിയാണ് പരിഗണിക്കുന്നത്. 610ഓളം കുടുംബങ്ങൾ പെരുവഴിയിലേക്ക് ഇറങ്ങേണ്ടി വരുമോ എന്ന് ആശങ്കപ്പെട്ട് കഴിയാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി. അവർ പണം കൊടുത്തു വാങ്ങിയ ഭൂമിക്കുമേൽ വഖഫ് അവകാശം ഉന്നയിച്ചതിനെതിരെ നടത്തുന്ന സമരം തുടർച്ചയായ 56ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. തിരുവിതാംകൂർ മഹാരാജാവ് 1948-ൽ ഗുജറാത്തുകാരനായ സിദ്ദിഖ് സേട്ടിന്റെ പേരിൽ തീരാധാരം ചെയ്ത ഭൂമിയുമായി ബന്ധപ്പെട്ടാണ് തർക്കം നിലനിൽക്കുന്നത്. 1950-ൽ സിദ്ദിഖ് സേട്ട് കോഴിക്കോടെ ഫറൂഖ് കോളേജിന് ഈ ഭൂമി വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി നൽകിയിരുന്നു. പിന്നീട് അവരിൽ നിന്ന് മുനമ്പം ജനത പണം കൊടുത്ത് ഭൂമി വാങ്ങി. ആ ഭൂമിയിന്മേലാണ് വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നത്. മുനമ്പം ഭൂമി തങ്ങൾക്ക് വഖഫ് ചെയ്തതല്ലെന്നും ദാനമായി കിട്ടിയതാണെന്നുമാണ് ഫറൂഖ് കോളേജ് മാനേജ്മെന്റ് പറയുന്നത്. സിദ്ദിഖ് സേട്ട് ഫറൂഖ് കോളേജിന് ദാനമായി നൽകിയത് 404 ഏക്കർ ഭൂമിയായിരുന്നു. മുനമ്പത്തെ ഭൂമി ഫറൂഖ് കോളേജ് മാനേജ്മെന്റ് വിൽപ്പന നടത്തിയെന്ന് പറഞ്ഞ് 2019-ൽ ഈ ഭൂമി വഖഫ് ബോർഡ് രജിസ്റ്ററിൽ ചേർത്തിരുന്നു. ഭൂമിയിൽ നിന്ന് നികുതി പിരിക്കുന്നതും പറഞ്ഞു. അതിനെതിരെയാണ് ഫറൂഖ് കോളേജിന്റെ ഹർജി. അത് വഖഫ് ഭൂമിയല്ലെന്ന് ഫറൂഖ് കോളേജ് മാനേജ്മെന്റ് പറയുന്നു. അതിനാൽ മുനമ്പത്തേത് വഖഫ് ഭൂമിയാണെന്ന് വിജ്ഞാപനം ചെയ്തുകൊണ്ടുള്ള വഖഫ് ബോർഡിന്റെ വിധി, ഭൂമിയിൽ നികുതി പിരിക്കുന്നത് തടഞ്ഞുകൊണ്ടുള്ള തീരുമാനം എന്നീ ഉത്തരവുകൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടാണ് ഫറൂഖ് കോളേജ് മാനേജ്മെന്റ് ഹർജി നൽകിയിട്ടുള്ളത്. അതേസമയം കേസിൽ സിദ്ദിഖ് സേട്ടിന്റെ കുടുംബവും വഖഫ് സംരക്ഷണ സമിതിയും കക്ഷി ചേർന്നിട്ടുണ്ട്. ജനം, കോഴിക്കോട്.